നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമഗ്ര നെൽകൃഷി വികസനം 32.82 കോടി രൂപയുടെ പദ്ധതി. മഴമറകളിൽ പച്ചക്കറി കൃഷിക്ക് 50,000 രൂപ ധനസഹായം. വിശദമായ വാർത്തകളിലേക്ക്. നെൽകൃഷിയുടെ സുസ്ഥിര വികസനം, നെൽകൃഷി വികസന ഏജൻസികൾക്ക് ധനസഹായം, സവിശേഷ തരം നെല്ലിനങ്ങളുടെ കൃഷി പ്രോത്സാഹനം, ഗ്രൂപ്പ് ഫാമിംഗ്, പാടശേഖര സമിതികൾക്ക് പ്രവർത്തന സഹായം എന്നീ 4 പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുത്തി 32.82 കോടി രൂപയുടെ നെൽകൃഷി വികസന പദ്ധതിക്ക് സംസ്ഥാന കൃഷി വകുപ്പ് അനുമതി നൽകി. ഇതിന്റെ ഭാഗമായി 1,80,000 ഹെക്ടർ സ്ഥലത്ത് ഗ്രൂപ്പ് ഫാമിംഗ് ഊർജിതമാക്കും. പൊക്കാളി, ഞവര, ജീരകശാല, ഗന്ധകശാല തുടങ്ങിയ സവിശേഷ നെല്ലിനങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ ഹെക്ടറിന് 10,000 രൂപ നിരക്കിൽ ധനസഹായം നൽകും. പ്രശ്നപ്രദേശങ്ങളിലെ നെൽകൃഷി വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 11 ഏജൻസികളാണ് കേരളത്തിലുള്ളത്. ഇവയ്ക്ക് പ്രാദേശിക സവിശേഷതകൾക്കനുസരിച്ച് സഹായം നൽകും. മഴമറകളിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കൃഷിവകുപ്പ് 400 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കും. 100 ചതുരശ്ര മീറ്ററുള്ള 800 മഴമറ യൂണിറ്റുകൾ സ്ഥാപിക്കാനാണ് പദ്ധതിയുടെ ലക്ഷ്യം. 67,000 രൂപയാണ് ഒരു മഴമറയുടെ നിർമ്മാണ ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. ഇതിന്റെ 75% പരമാവധി 50,000 രൂപ മഴമറ നിർമ്മാണത്തിന് ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ കൃഷിഭവനുകളിൽ ലഭ്യമാണ്. തരിശുനിലങ്ങളിലെ പച്ചക്കറി കൃഷി പ്രോത്സാഹനത്തിന് കൃഷിവകുപ്പ് സാമ്പത്തിക സഹായം നൽകും. ഭൂവുടമയ്ക്ക് ഹെക്ടറിന് 5,000 രൂപയും പാട്ടത്തിന് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഹെക്ടറിന് 2,500 രൂപയും സഹായം നൽകും. 400 ഹെക്ടർ തരിശുഭൂമിയിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാനാണ് പദ്ധതി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കർഷകർക്ക് തരിശുനില പച്ചക്കറി കൃഷിയിൽ മുൻഗണന നൽകും. പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികൾ. കാർഷിക രംഗത്തിന്റെ സർവോന്മുഖമായ ഉന്നമനം ലാക്കാക്കി കർഷകർക്കായി കിസാൻ ചാനൽ ആരംഭിച്ചു. കർഷകർക്ക് SMS വഴി കാർഷിക നിർദ്ദേശങ്ങൾ ലഭ്യമാക്കി. രാജ്യത്തൊട്ടാകെ മെഗാ ഫുഡ് പാർക്ക് എന്ന പേരിൽ 17 ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്ക് അനുമതി നൽകി. 2,000 കോടി രൂപ മുതൽ മുടക്കുള്ള ഈ സംവിധാനം രാജ്യത്തെ 12 ലക്ഷത്തോളം കർഷകർക്ക് സഹായമാകും. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ തോട്ടവിള വിഭാഗത്തിൽ കരിമുണ്ട, പന്നിയൂർ 1, പന്നിയൂർ 2, പന്നിയൂർ 8, വിജയ് എന്നീ ഇനം കുരുമുളക് തൈകളും കുറ്റിക്കുരുമുളക് തൈകളും വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ആവശ്യക്കാർ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487243836. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487243836. കായംകുളത്ത് പ്രവർത്തിക്കുന്ന ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ജൂൺ 26-ാം തീയതി ശാസ്ത്രീയ ചിപ്പിക്കൂൺ കൃഷിയിൽ പരിശീലനം നൽകുന്നു. 250 രൂപയാണ് പരിശീലന ഫീസ്. താൽപര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിലാസം: പ്രോഗ്രാം കോർഡിനേറ്റർ, കൃഷി വിജ്ഞാന കേന്ദ്രം, CPCRI, കായംകുളം 690533. വിലാസം: പ്രോഗ്രാം കോർഡിനേറ്റർ, കൃഷി വിജ്ഞാന കേന്ദ്രം, CPCRI, കായംകുളം 690533. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04792449 ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 11,900 രൂപ, കോഴിക്കോട് 13,500, തൃശൂർ 12,000 രൂപ, കൊപ്ര കൊച്ചി 8,100, കോഴിക്കോട് 8,550, തൃശൂർ 8,170. കുരുമുളക് അൺഗാർബിൾഡ് 62,000 രൂപ, ഗാർബിൾഡ് 65,000, ചുക്ക് മീഡിയം 22,000, ബെസ്റ്റ് 24,000 രൂപ, മഞ്ഞൾ സേലം 8,600, ഈറോഡിൽ 8,900, അടയ്ക്ക 22,000 രൂപ മുതൽ 23,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 13,100 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 13,300, കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 13,100, റബ്ബർ RSS 4-ാം ഗ്രേഡ് 13,350 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 11,900 രൂപ, കൊപ്ര 8,055, പിണ്ണാക്ക് എക്സ്പെല്ല 2,300, റോട്ടറി 2,700, കുരുമുളക് അൺഗാർബിൾഡ് 62,000, ഗാർബിൾഡ് 65,000, ചുക്ക് മീഡിയം 22,000, ബെസ്റ്റ് 24,000, മഞ്ഞൾ നാടൻ 9,900 രൂപ, അടയ്ക്ക പുതിയത് 22,000 രൂപ മുതൽ 23,000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 250 രൂപ വരെ,
ജാതിക്ക തൊണ്ടില്ലാത്തത് 350 മുതൽ 425 വരെ. ജാതിപത്രി 600 മുതൽ 850 വരെ. ഗ്രാമ്പു 810 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് ക്വിന്റലിന് 13,100. റബ്ബർ RSS 4ാം ഗ്രേഡ് 13,300 രൂപ. ഒട്ടുപാൽ 9,200. ലാറ്റക്സ് 11,000 രൂപ. കമ്പോള അവലോകനം. നാളികേര ഉൽപ്പന്നങ്ങൾ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ്. മഴ മൂലം സംസ്ഥാനത്ത് കൊപ്ര സംസ്കരണവും നാളികേര വിളവെടുപ്പും തടസ്സപ്പെട്ടതോടെ മുഖ്യ വിപണികളിൽ കൊപ്രയ്ക്ക് ഡിമാൻഡായി. മില്ലുകാർ കൊപ്ര സംഭരണം ശക്തമാക്കിയാൽ നിരക്ക് മെച്ചപ്പെടാം. റബ്ബർ ഉൽപാദന മേഖലയിലെ കാലാവസ്ഥ ടാപ്പിംഗ് അനുകൂലമായ സാഹചര്യത്തിൽ ലാറ്റക്സിന്റെ ലഭ്യത വരും ദിനങ്ങളിൽ ഉയർന്നു തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ചെറുകിട വ്യവസായികൾ. ലാറ്റക്സ് കിലോ 110 രൂപയിലാണ്. ഉത്തരേന്ത്യൻ ഇടപാടുകളിൽ നിന്ന് വിപണിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് കുരുമുളകിന് ഓർഡറുകൾ എത്തിയില്ല. ഉൽപ്പന്നവില സ്റ്റഡിയായി നീങ്ങിയതാണ് വാങ്ങലുകാരെ അല്പം പിന്നോക്കം വലിച്ചത്. ഗാർബിൾഡ് മുളക് കിലോ 650 രൂപയിലാണ്. പ്രതികൂല കാലാവസ്ഥ മൂലം വിൽപ്പനയ്ക്ക് എത്തിയ ജാതിക്കായ്ക്ക് ഉണക്ക് കുറഞ്ഞത് വിലക്കയറ്റത്തിന് തടസ്സമായി. ഔഷധ നിർമ്മാതാക്കൾ വിപണിയിൽ സജീവമല്ല. ഇന്ന് നടന്ന ഏലക്ക ലേലത്തിൽ വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 946 രൂപയിലും ശരാശരി ഇനങ്ങൾ 648 രൂപയിലും ലേലം കൊണ്ടു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.2, 24.4. കൊച്ചി 32.2, 22.5. ആലപ്പുഴ 32.9, 23.9. പുനലൂർ 32.6, 23.5. തിരുവനന്തപുരം 31.5, 24 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.